നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പ്രകീർത്തിച്ച് ലോകബാങ്ക്. അതിവേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി നിലനിൽക്കും. വരുന്ന 2 വർഷങ്ങളിൽ വളർച്ചാ നിരക്ക് 6.7% റിപ്പോർട്ട്. പ്രവാസികൾക്കും ഇനി റുപേ അക്കൗണ്ടുകൾ തുറക്കാം. അംഗീകൃത ബാങ്കുകളുടെ വിദേശ ശാഖയിൽ ഇന്ത്യൻ രൂപയിൽ തന്നെ അക്കൗണ്ട് തുറക്കാൻ അനുമതി. രാജ്യത്തെ രത്നാഭരണ കയറ്റുമതിയിൽ ഇടിവ്. വെല്ലുവിളിയായത് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വമെന്ന റിപ്പോർട്ട്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ ഒപെക് വിഹിതം ഉയർന്നു. വാർഷികാടിസ്ഥാനത്തിൽ വിഹിതം ഉയരുന്നത് 9 വർഷത്തിനിടെ ആദ്യം. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് തിരിച്ചടിയായി ട്രംപിന്റെ നയങ്ങൾ. ഏഷ്യൻ വിപണിയിൽ ചൈന കയറ്റുമതി വർദ്ധിപ്പിക്കും. വിശദമായ വാർത്തകൾ നോക്കാം. ആദ്യം ഓഹരി വിപണിയിലെ വാർത്തകളിലേക്കാണ്. മാർക്കറ്റിലെ ഇന്നത്തെ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും റമീസ് അഹമ്മദ് ചേരുന്നു. റമീസ്, വിപണിയിലെ ഇന്നത്തെ ക്ലോസിംഗ് നില എങ്ങനെയാണ്? അമൽ, ആഭ്യന്തര വിപണി ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇടിവിലാണ്. 3 ദിവസത്തെ നേട്ടത്തിന് ശേഷമാണ് വിപണി ഇടിവിൽ ക്ലോസ് ചെയ്യുന്നത്. IT ബാങ്കിംഗ് ഓഹരികളുടെ ഇടിവായിരുന്നു ഇന്ന് പ്രധാനമായും വിപണിയെ നഷ്ടത്തിലോട്ട് എത്തിച്ചിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രി ഓഹരികൾ നേട്ടമായിരുന്നു ഇന്ന് വിപണിക്ക് താങ്ങായി നിന്നത്. വ്യാപാരാവസാനം സെൻസെക്സ് 423.49 പോയിന്റ് ഇടിഞ്ഞ് 76,619.33 നിഫ്റ്റി 108.6 പോയിന്റ് ഇടിഞ്ഞ് 23,203.2 ക്ലോസ് ചെയ്തത്. ഇൻഫോസിസ്, ആക്സിസ് ബാങ്ക്, ശ്രീറാം ഫിനാൻസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, വിപ്രോ എന്നിവയാണ് നിഫ്റ്റിയിൽ ഇന്ന് ഏറ്റവും വലിയ നഷ്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ. BPCL, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, നെസ്ലെ ഇന്ത്യ എന്നിവയായിരുന്നു ഇന്ന് നിഫ്റ്റിക്ക് താങ്ങായി നിന്ന ഓഹരികൾ. ഏഷ്യൻ വിപണികളിൽ സിയോൾ, ടോക്കിയോ എന്നിവ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ഷാങ്ഹായ്, ഹോങ്കോങ് എന്നിവ നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. നിലവിൽ യൂറോപ്യൻ വിപണികളും വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന നേട്ടത്തിൽ തന്നെയാണ്. അമൽ, റമീസ്, സെക്ടറൽ സൂചികളുടെ ഇന്നത്തെ ഒരു നിലവാരം എങ്ങനെയാണ്? അമൽ, സെക്ടറൽ സൂചികകളിൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയായിരുന്നു മികച്ച നേട്ടം നൽകിയത്. 1.54% ഉയർന്നായിരുന്നു ഇന്ന് സൂചിക ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSE ബാങ്ക് സൂചിക 1.4% ഇന്നത്തെ വ്യാപാരത്തിൽ ഉയർന്നിട്ടുണ്ട്. നിഫ്റ്റി എനർജി, റിയൽറ്റി സൂചികൾ 1.2% വീതം നേട്ടം നൽകിയിരുന്നു. നിഫ്റ്റി മെറ്റൽ, FMCG സൂചികളും 1.1% ഉയർന്നായിരുന്നു ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ സൂചിക 0.71% നേട്ടവും ഇന്നത്തെ വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വ്യാപാരത്തിൽ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിഫ്റ്റി IT സൂചിക തന്നെയാണ്. 2.63% ഇന്ന് സൂചിക ഇടിഞ്ഞത്. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് സൂചിക 2.14%, ബാങ്ക് നിഫ്റ്റി 1.47% ഇന്നത്തെ വ്യാപാരത്തിൽ ഇടിഞ്ഞിട്ടുണ്ട്. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികളും ഇന്ന് നേരെ ഇടിവിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് സൂചിക 1.83% ഉയർന്ന് 15.74 ക്ലോസ് ചെയ്തത്. അമൽ, ഇതോടൊപ്പം കേരള കമ്പനികളുടെ ഇന്നത്തെ ഒരു പെർഫോമൻസിനെ ചുരുക്കത്തിൽ എങ്ങനെ വിലയിരുത്താം? അമൽ, കേരള കമ്പനികൾ KC ലിമിറ്റഡ് ഓഹരികളായിരുന്നു ഏറ്റവും വലിയ നേട്ടം രേഖപ്പെടുത്തിയത്. 8.65% ഉയർന്ന ഓഹരികൾ 2,167.55 രൂപയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. മറ്റു നേട്ടമുണ്ടാക്കിയ കമ്പനികൾ നോക്കുകയാണെങ്കിൽ മണപ്പുറം ഫിനാൻസ് ഓഹരികൾ 5.76% ഉയർന്ന് 199.75 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഹരിസൺസ് മലയാളം ഓഹരികൾ 5.19% ഉയർന്നിരുന്നു. കിറ്റക്സ് ഓഹരികൾ 4.99% ഉയർന്ന് 244.2 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. കല്യാൺ ജുവലേഴ്സ് ഓഹരികളായിരുന്നു ഇന്നത്തെ വ്യാപാരത്തിൽ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6.99% ഇടിഞ്ഞ ഓഹരികൾ 501.5 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. PCBL കെമിക്കൽ ഓഹരികൾ 2.2%, വികാട് ഓഹരികൾ 2%, ഫെഡറൽ ബാങ്ക് ഓഹരികൾ 1.96% ഇന്നത്തെ വ്യാപാരത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമൽ, വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും റമീസ് അഹമ്മദ്. അതിവേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഇന്ത്യ നിലനിർത്തുമെന്ന് ലോകബാങ്ക്. വരുന്ന 2 സാമ്പത്തിക വർഷവും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.7% റിപ്പോർട്ട്.
ലോകബാങ്കിന്റെ ആഗോള സാമ്പത്തിക റിപ്പോർട്ടിലാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പോസിറ്റീവ് ഔട്ട്ലുക്ക് വന്നിരിക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തിലും 2027ലും 6.7% വളർച്ച ഇന്ത്യ നേടും. നിലവിൽ ഇന്ത്യയുടെ GDP വളർച്ച മന്ദഗതിയിലാണ്. എങ്കിലും വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്കുള്ള കുതിപ്പ് ഇന്ത്യ തുടരും. കാർഷിക മേഖലയിൽ തളർച്ച നേരിട്ടുവെങ്കിലും ഇന്ത്യയുടെ സേവന മേഖല വളർച്ച നിലനിർത്തുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. നികുതി പരിഷ്കാരങ്ങളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഉൽപാദന മേഖലയുടെ മുന്നേറ്റത്തിന് സഹായിക്കും. നഗരമേഖലയിലെ തൊഴിലില്ലായ്മ കുറഞ്ഞുവരികയാണ്. ശക്തമായ തൊഴിൽ വിപണിയും കുറയുന്ന പണപ്പെരുപ്പവും വ്യക്തികളുടെ ഉപയോഗം ഉയർത്തും. നിക്ഷേപത്തിൽ നേരിയ കുറവുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പിന്തുണയും ബാങ്ക് ബാലൻസ് ഷീറ്റുകളും കൂടാതെ പൊതുനിക്ഷേപങ്ങളിലെ വർധനയും കാരണം രാജ്യം സാമ്പത്തിക ദൃഢത കൈവരിക്കുമെന്നും ലോകബാങ്ക് പറയുന്നു. ദക്ഷിണേന്ത്യൻ മേഖലയുടെ മുന്നേറ്റത്തെ നയിക്കുക ഇന്ത്യയായിരിക്കും. 2025ലും 2026ലും മേഖലയിലെ GDP വളർച്ച 6.2% തുടരാൻ ഇന്ത്യയുടെ വളർച്ച സഹായിക്കും. പണപ്പെരുപ്പത്തിലും പലിശ നിരക്കുകളിലും ആഗോളതലത്തിൽ കുറവുണ്ടാകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2025ലും